മറ്റ് സംഭവ വികാസങ്ങളിൽ വ്യത്യസ്തമായി വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങും മുമ്പ് തന്നെ PP ദിവ്യയുടെ പ്രതികരണം വന്നപ്പോൾ തന്നെ ഇതിന്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൂടെ ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അറിയിക്കാൻ തീരുമാനിച്ചത്. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് വലിയ രീതിയിലുള്ള അഴിമതിയും ബിനാമി ഇടപാടുകളും നടന്നത്. അതിന്റെ ഒരു മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇന്നിപ്പോ PP ദിവ്യ തന്നെ നിയമ നടപടിയൊന്നും പരിഹാസവും ഒക്കെയായി എനിക്കെതിരെ ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വിടേണ്ട ബാധ്യതയും എനിക്കുണ്ട്. ആ ബാധ്യത കൂടെ ഞാൻ നിറവേറ്റുകയാണ്. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടന്നു. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെയുള്ള കരാറുകൾ ഉണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് കഴിഞ്ഞ ദിവസം ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ റേഞ്ച് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ച കരാറുകളായിരുന്നു, അതിന്റെ ഇടപാടുകളായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു ഇടപാട് കൂടെ നടന്നിട്ടുണ്ട്. ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണ്. ഇക്കാലയളവിൽ 10.47 കോടിയോളം രൂപയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് കിട്ടി. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ചെയർമാനും ഇതേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ നിർമ്മിതി കേന്ദ്രയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്.